ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ പറമ്പിക്കുളം എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ബസ്സിന് പോകണം. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ബസ്. വേറെ വണ്ടിയൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടില്ല. അതിന് പാസും കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ റിസ്കിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെ തന്നെ ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി കാട്ടിലൂടെയുള്ള യാത്രയാണിനി. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വന്നപ്പോൾ നിറയെ കുരങ്ങന്മാരായിരുന്നു. ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഇതാണ് കാട്ടിലൂടെ പോകാനുള്ള ബസ്. അതിൽ ആൾ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതൊരു കാടിൻ്റെ നടുവിലാണ്. ഇവിടെ വീടുകളൊന്നുമില്ല. ഒരു ഹോട്ടൽ മാത്രമുണ്ട് ഇവിടെ. പിന്നെ ഇവരെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. കണ്ടോ, നിറയെ കുരങ്ങന്മാരുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി യാത്ര തുടങ്ങുകയാണ്. നിറയെ ആളുകളുണ്ട് ബസ്സിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ടത് കരിങ്കുരങ്ങാണ്. മരത്തിൽ ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരുപാട് കരിങ്കുരങ്ങുണ്ട്. പിന്നെ സിംഹവാലൻ കുരങ്ങ്, അതൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് കണ്ടത്. കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇതൊരു ഡാമാണ്. ഇവിടെ നിന്നാണ് ഞാൻ ഇല്ലി മുള പൂത്ത് നിൽക്കുന്നത് കണ്ടത്. ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഇറങ്ങി അങ്ങനെ ഇവിടെ നിന്നൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവർക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ഇറക്കി നമ്മളെ കാണിക്കുകയുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ കടുവ നിറയെ ഉള്ളതുകൊണ്ട് നമ്മളെങ്ങനെ ഇറക്കി കാണിക്കില്ല. പിന്നെ ഇതാ നിറയെ മാനുകളുണ്ട്. രാവിലെ സമയമായതുകൊണ്ട് മാനുകൾ നിറയുണ്ട്. രാവിലെയും വൈകുന്നേരമാണ് ഇത് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. ചെറുതും വലുതും എല്ലാം എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ഡാമുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നിർത്തി എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. പക്ഷെ താഴേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് കാണാം. ഒരു 10 മിനിറ്റൊക്കെ നമുക്കങ്ങനെ കാണാം. ഇതൊക്കെ ബസ്സിലുണ്ടായിരുന്ന ആളുകളാണ്. ഇവിടെ നിറയെ തേക്കുണ്ട് കണ്ടോ. ഒരുപാട് നീളം കൂടിയ തേക്ക്, ഒരുപാട് വർഷം പഴക്കമുള്ളതൊക്കെ ഉണ്ട്. അതവർ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പ്രത്യേകതയുള്ള തേക്കുകളാണ്. പിന്നെ ഇതാ ഈ തേക്ക് 2500 വർഷം പഴക്കമുള്ളതാണ് ഈ തേക്ക്. കണ്ടോ എന്തൊരു ഉയരമാണ്. ഒരുപാട് ഉയരമാണ് ഇതിന്. കാട്ടിലൂടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെയാണെങ്കിൽ കറണ്ടൊന്നുമില്ല. നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ചോറും സാമ്പാറും എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ഫുഡ്. ഇവിടെ എല്ലാത്തിനും ഒത്തിരി ചാർജ് കൂടുതലാണ്. അവർ വെളിയിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്, ടൗണിൽ നിന്ന്. അപ്പം 10 രൂപ 20 രൂപയൊക്കെ കൂടുതലാണ്. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ചോറും കറിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പേരയ്ക്കൊക്കെ വാങ്ങി, മുളകൊക്കെ ഇട്ട പേരയ്ക്കൊക്കെ വാങ്ങി, ഐസ്ക്രീമൊക്കെ വാങ്ങി. ഇവിടുന്ന് നല്ലതായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് കടുവ, കാട്ടുപോത്ത് അങ്ങനെയുള്ള ഇതിനെയൊക്കെ കണ്ടു കേട്ടോ. ഒരുപാട് മൃഗങ്ങളെയൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇതിലേക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പറമ്പിക്കുളമാണിത്. കാടിൻ്റെ നടുക്കാണ്. ഇവിടെ അങ്ങനെയൊന്നും കാണാൻ വേണ്ടിയിട്ടില്ല. ഇനിയിപ്പം ഇവിടുന്ന് യാത്ര തിരിച്ച് നമ്മൾ പിന്നെ കയറിയ സ്ഥലത്ത് തന്നെ എത്താനായിട്ടുണ്ട്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, കാട്ടിലൂടെ ഉള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ സൂപ്പറാണ്. തണുത്ത കാലാവസ്ഥയാണ്. അങ്ങനെ ചൂടൊന്നുമില്ല. ഇവിടെ ഒരു ഡാമുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് അവർ കടത്തി വിടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.